റിയൽമി 14 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 25,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി 14 Pro 5G എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. അപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.77 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം കൂടിയ 93.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് 4500 നിറ്റ്സ് വരെ വരുന്നുണ്ട്. 3840 Hz PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. ഗൊറില്ല ഗ്ലാസ് 7 പ്രൊട്ടക്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിൽ വരുന്നത്. കർവ്ഡ് ഡിസ്പ്ലേ അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അപ്പം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 179 gram ആണ്. തിക്നെസ് വരുന്നത് 7.55 mm ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 6000 mAh ബാറ്ററി ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അത്രയും കൂടി ഒരു ബാറ്ററി കപ്പാസിറ്റി ഉണ്ടായിട്ടും വെയിറ്റും തിക്നെസ്സും ഒക്കെ 179 ഗ്രാമിലും അതുപോലെ തന്നെ 7.55 mm മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഈ ഒരു ഫോണിൽ IP66, 68 അതുപോലെ തന്നെ 69 റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മികച്ചൊരു IP റേറ്റിംഗ് തന്നെ ഇതിൽ വരുന്നുണ്ട്. അതും എടുത്തു പറയേണ്ട നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ ഫോണിന് ലഭിച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയായിരിക്കും ഇത്. പിന്നെ ഇതിൽ കോൾഡ് സെൻസിറ്റീവ് കളർ ചേഞ്ചിങ് ബാക്ക് എന്നുള്ള ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ടെമ്പറേച്ചർ 16 ഡിഗ്രിക്ക് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫോണിന്റെ ബാക്ക് കവറിന്റെ ആ ഒരു കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നതായിരിക്കും. ഇപ്പം പേൾ വൈറ്റ് എന്നുള്ള കളർ വേരിയന്റിലാണ് ഈ ഒരു ഫീച്ചർ വരുന്നത്. ഇനി നമ്മൾ പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 എനർജി എന്നുള്ള പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഇപ്പം 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്ര മികച്ച പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമാണ് ഇത്. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിങ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ചില ഫോണുകളിലൊക്കെ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സറും MediaTek Dimensity 8300 എന്നുള്ള പ്രോസസ്സറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. എന്തായാലും ഇതിൽ ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മാത്രമാണ് വരുന്നത്. പെർഫോമൻസിന് അത്ര പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ ആയിരിക്കില്ല ഇത് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 9 5G ബാൻഡ്സ് വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ 8 GB റാമും 128 GB ഇന്റേണലും ആണ് വരുന്നത്. 8 GB റാമും 256 GB ഇന്റേണലും ആയിട്ട് വരുന്ന ഒരു വെർഷൻ വരുന്നുണ്ട്. പിന്നെ ഡൈനാമിക് റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാം ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 14 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ VC കൂളിംഗ് സിസ്റ്റം ഇതിൽ വരുന്നുണ്ട്. ഫോൺ പെട്ടെന്ന് ഹീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഏരിയ വരുന്നത് 6000 mm² ആണ്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നില്ല. Android 15 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാപിക്സലിന്റെ 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. ഇത് സോണി IMX882 സെൻസറാണ്. ഇതിൽ OISന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. നല്ലൊരു മെയിൻ ക്യാമറ സെൻസർ ഒക്കെ തന്നെയാണ്. പക്ഷെ രണ്ടാമത് ഒരു മോണോക്രോം ലെൻസ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് മിസ്സിംഗ് ആണ്. അത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ഒരു പ്രൈസ് റേഞ്ചിൽ. ഇപ്പൊ നമ്മൾ പഴയ ഫോണുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി 12 Proയിൽ നമുക്ക് ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് 13 Proയിലോട്ട് വരുന്നപ്പോൾ ടെലിഫോട്ടോ ലെൻസ് അവർ ഒഴിവാക്കിയിട്ട് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് മാത്രമാക്കി മാറ്റി. ഇപ്പം 14 Proയിലോട്ട് വരുന്നപ്പം അവർ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഒഴിവാക്കിയിട്ട് മോണോക്രോം ലെൻസ് മാത്രമാക്കി. അപ്പം ക്യാമറയുടെ കാര്യത്തിൽ പല ഡൗൺഗ്രേഡ്സും ഈ ഒരു നമ്പർ സീരീസ് വരുന്ന പ്രോ വെർഷൻസിൽ വന്നിട്ടുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാപിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. അപ്പോൾ ക്യാമറ സ്പെസിഫിക്കേഷൻ മൊത്തത്തിൽ നോക്കുമ്പോൾ ശരിക്കും അപ്ഗ്രേഡ് അല്ല. അപ്പം ഓരോരോ സീരീസ് കഴിയുമ്പോഴും അപ്പം ഡൗൺഗ്രേഡ് കാര്യങ്ങളൊക്കെ വരികയാണ് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 6000 mAh ബാറ്ററിയാണ് വരുന്നത്. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിയാണ്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8 GB റാം 128 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 24,999 രൂപയാണ്. 8 GB റാം 256 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 26,999 രൂപയാണ്.
ബാങ്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബാങ്ക് ഓഫേഴ്സ് കഴിഞ്ഞിട്ട് 2000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ജനുവരി 23 മുതലാണ് ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു IP റേറ്റിംഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളർ ചേഞ്ചിങ് ബാക്ക് പാനലൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള അത്ര മികച്ച പ്രോസസ്സർ അല്ല ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ക്യാമറയിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊക്കെ മിസ്സിംഗും ആണ്. പിന്നെ ബാറ്ററി സെറ്റപ്പ് അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ബാറ്ററി സെറ്റപ്പ് ആണ് എന്നും പറയാവുന്നതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങൾക്ക് കേർവ്ഡ് ഡിസ്പ്ലേയും നല്ല ബാറ്ററി സെറ്റപ്പ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിംഗ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ സ്കിപ്പ് ചെയ്യാം. വേറെയും ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്, അത് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ എല്ലാവർക്കും പറ്റിയിട്ടുള്ള ഒരു ഫോണല്ല. അതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.